നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എക്സാം എഴുതുന്നവർക്കുള്ള ഒരു മാരത്തോൺ സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് മാത്രമല്ല, സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് അടക്കം എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. ആ ഭാഗത്ത് കൂടി വരുന്ന ഒരു ടോപ്പിക് വിഷയമായതുകൊണ്ട്, പ്രത്യേകിച്ച് നാളെ എക്സാം നടക്കുന്നത് കൊണ്ട് മാത്രം, ഇന്ന് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് മാത്രം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ചോദ്യത്തിന് ഒരുപാട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന, സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകും. അതിനു മുമ്പ് നിങ്ങൾ ടാൻഡം പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ഐ റീച്ച് ദ എക്സാമിനേഷൻ ഹാൾ ദ എക്സാം ഡാഷ്. ഓപ്ഷൻ എയിൽ വാസ് സ്റ്റാർട്ടഡ് ഉണ്ട്, ബിയിൽ ഹാർഡ് സ്റ്റാർട്ടഡ് ഉണ്ട്, സിയിൽ സ്റ്റാർട്ടഡ് ഉണ്ട്, ഡി ഹാസ് സ്റ്റാർട്ടഡ് ഉണ്ട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ, സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം അല്ലെ. ഹാർഡ് സ്റ്റാർട്ടഡ് ആണ്. എന്താ കാര്യം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഹാർഡ് സ്റ്റാർട്ടഡ്. എന്താ കാര്യം? ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ ഹാളിൽ എത്തി, എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സാമിനേഷൻ ഹാളിൽ എത്തിയതിന് ശേഷമല്ല സ്റ്റാർട്ട് ചെയ്തത്, എത്തുന്നതിന് മുമ്പ് തന്നെ വെന്നെ റീച്ച്, ഞാൻ എത്തിയപ്പോൾ എന്നാണ് പറഞ്ഞത്. ഞാൻ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാസ്റ്റിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നടന്ന സംഭവം ഏതാണോ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചിട്ടാണ് പറയും. ഇവിടെ ആദ്യം നടന്നത് എന്താണ്? എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്, പിന്നെയാണ് ഞാൻ എത്തുന്നത്. ഞാൻ എത്തിയപ്പോഴേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം എന്താണ് ചെയ്തത്? എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്, പിന്നെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ആദ്യം സംഭവിച്ചിട്ടുള്ള എക്സാം എന്നുള്ളതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ എഴുതും. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ രീതി എന്താണ്? ഹാർഡ് പ്ലസ് V3 ആണ് അല്ലെ. ഹാർഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹാർഡ് സ്റ്റാർട്ടഡ് V3 ആണ് അല്ലെ. ആ രീതിയിലാണ് ഇത് വരുന്നത്. ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോക്കുക, ഇതിൽ ആദ്യം നടന്നിട്ടുള്ള സംഭവം എന്താണ് എന്ന് നോക്കിയിട്ട് ആ സംഭവത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആദ്യം നടന്ന സംഭവത്തെ PPV ഫോമിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. റീച്ച്ഡ്, എക്സാം സ്റ്റാർട്ടഡ്, രണ്ട് പാസ്റ്റിൽ നടന്നുള്ള സംഭവങ്ങളാണ്. ഞാൻ സമയം കളയുന്നില്ല. പിന്നെ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എന്താണ് ആദ്യം സംഭവിച്ചത്? ട്രെയിൻ പോകുക എന്നുള്ള സംഭവമാണ്. അതുകൊണ്ട് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ എഴുതി. പിന്നെ അല്ലെങ്കിൽ ഇത് തിരിച്ചു എഴുതാം, ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ആഫ്റ്റർ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയതിനു ശേഷമാണ് ഞാൻ എത്തിയത്. ആ രണ്ട് സെന്റൻസിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ആ രീതിയിലും ഇത് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം നോക്കൂ. ഷീ ഡാഷ് ഹർ ഡോട്ടർ ടു സ്കൂൾ ബിഫോർ ഷീ ഗോസ് ടു വർക്ക്. ഇവിടെ ടേക്സ് ഉണ്ട്, ടേക്കിംഗ് ഉണ്ട്, ഹാസ് ടേക്കൺ ഉണ്ട്, ഹാർഡ് ടുക്ക് ഉണ്ട്. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ ആദ്യം നടന്ന സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എന്താണ് പറയാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് ആദ്യം നടന്നത് പറയാം അല്ലെ. ഇവിടെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ ആദ്യം ചെയ്തത് പിന്നെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്. അപ്പൊ നിങ്ങൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹാർഡ് ടുക്ക് എന്ന ആൻസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് മാർക്ക് കിട്ടും അല്ലെ. ഈ ഹാർഡ് ടുക്ക് ഇവിടെ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇത് പാസ്റ്റിൽ നടന്ന സംഭവത്തെ കുറിച്ചല്ല പറയുന്നത്. കാരണം ഗോസ് ടു വർക്ക് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് പാസ്റ്റിലല്ല ഇതുള്ളത് അല്ലെ. ഇത് സിമ്പിൾ പ്രസന്റ്, അതായത് യൂഷ്വലി എന്നും ചെയ്യുന്ന കാര്യമാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് പ്രസന്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റൂല അല്ലെ. പാസ്റ്റ്, അപ്പൊ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ മതി. ഷീ ടേക്സ് ഹെർ ഡോട്ടർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നേരത്തെ ഒരു സെന്റൻസ് പഠിച്ചിട്ട് നിങ്ങൾ തെറ്റിക്കരുത്. അതിനാണ് അതിനോട് കൂട്ടി തന്നെ ഈ ഒരു സെന്റൻസ് തന്നിട്ടുള്ളത്. കാരണം ഇവിടെ പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷനെ കുറിച്ചല്ല പറയുന്നത്. അതായത് എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് പ്രസന്റിലാണ് ഇത് പറയാന്നുള്ളതാണ്. അപ്പോ
ഷീ ടേക്സ് ഹർ ഡോട്ടർ ടു സ്കൂൾ ബിഫോർ ഷീ ഗോസ് ടു വർക്ക്. അപ്പൊ അവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വെർബ് എന്ന് എഴുതിയിട്ട് പിന്നെ കുളമാക്കരുത്, മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ. ഓക്കെ, അതിനടുത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 16-ാം തീയതി തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ഫേസ് കൂടി കഴിയുമ്പോഴാണ് നമ്മൾ പക്ക എന്താ പറയാ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് നമ്മൾ കവർ ചെയ്യും. ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഈ ഗവേണൻസ് എല്ലാ ഭാഗത്തും പിന്നെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ടോപ്പിക്കുകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനി 28-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. നമുക്കറിയാം പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSTS എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് അറിയാം, അപ്ലിക്കേഷൻ ലെവലിൽ കൂടുതൽ ആഴത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ കഴിയും. പ്രത്യേകിച്ച് 12 വർഷത്തോളം ഈ ഒരു സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവിധ സേവനങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പൊ ചെറിയൊരു ഫീസാണ് നമ്മൾ ഈടാക്കുന്നത്. നമുക്കറിയാം ഈ ഒരു കോഴ്സ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ചെലവുകളുണ്ട്. അപ്പൊ ആ ഒരു ചെലവ് മീറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഫീസ് മാത്രമാണ് ഇതിന് ഈടാക്കുന്നത്. നമ്മൾ പേപ്പർ 2 മാത്രമുള്ള ബാച്ച് ആണെങ്കിൽ വെറും 1099 രൂപയാണ് ഫീസ് വരുന്നത്. പേപ്പർ 2 മാത്രമാണെങ്കിൽ 1099 രൂപയാണ് നമ്മുടെ കോഴ്സിന് ഫീ വരുന്നത്. എന്നാൽ പിന്നെ കൂടെ GK കൂടി കിട്ടുന്ന ബാച്ച് ആണെങ്കിൽ ഒരു 1499 രൂപ ഫീസ് ഉണ്ട്. അപ്പൊ ഈ ജൂൺ 30 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ 1499 ബാച്ചിൽ ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഒരു 1350 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ടും കൂടി കിട്ടും. അതല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണ് വേണ്ടതെങ്കിൽ 1099 രൂപ അടച്ചാൽ മതി. ഇവിടെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്, 7034 327-690-9544-166-690. ഈ നമ്പറുകളിൽ കോൾ ചെയ്യുക. ആദ്യത്തെ നമ്പറിൽ കോൾ ചെയ്യാം, രണ്ടാമത്തെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഫസ്റ്റ് നമ്പറിൽ GPay ഉണ്ട്, GPay ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി. ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജൂൺ 30 മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നേരെ അടുത്ത ചോദ്യം നോക്കാം. ചിൽഡ്രൻ ഡാഷ് ഓൺലൈൻ ഫോർ മോർ ദാൻ എ ഇയർ നൗ. സ്റ്റഡി, ആർ സ്റ്റഡി, ഹാവ് ബീൻ സ്റ്റഡി, സ്റ്റഡി. എന്താണ് ഇതിന്റെ ആൻസർ? ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കൂ, ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താ ഒരു പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് അല്ലെ. പിന്നെ ഒരു വർഷത്തോളമായി ഇവർ തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നൗ എന്നുള്ള ഒരു വാക്ക് അവിടെ ഉണ്ട് അല്ലെ. ഈ പ്രസന്റിലും അത് പൂർത്തിയായിട്ടില്ല. ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു സംഗതി പിന്നെ പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയാം. പാസ്റ്റിൽ തുടങ്ങി ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ എന്താ പറയാ, ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്, ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ഹാവ് ബീൻ സ്റ്റഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. ഹാവ് ബീൻ സ്റ്റഡിങ് ആണ്. പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്തത്. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ നൗ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധിക്കണം. An incident that started in the past and is continuing at the present time. Sentence will be in the present continuous tense എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. They dashed the bridge for several months. സമാനമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അവർ എന്താ ചെയ്യാണ്, പാലം നിർമ്മിക്കുകയാണ് for several months, കുറെ മാസങ്ങളായി. ഇവിടെ ഈ പാലം പൂർത്തിയായതിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പോഴും പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പൂർത്തിയായി എന്നല്ല പറയുന്നത്, മാസങ്ങളായിട്ട് പാലം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഈ പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഹാവ് ബീൻ ബിൽഡിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ബ്രിഡ്ജ് ഫോർ സെവറൽ മന്ത്സ്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ദ ഫാമിലി ഹാസ് ബീൻ അബ്രോഡ് ഡാഷ് 1998. 1998 മുതൽ ഫാമിലി പുറത്താണെന്നാണ് പറയേണ്ടത്. ഇവിടെ ഫോർ ഉണ്ട്, സ്റ്റിൽ ഉണ്ട്, സിൻസ് ഉണ്ട്, അൺടിൽ ഉണ്ട്. ഇവിടെ ഏതാണ് സ്യൂട്ട് ആവുക? ദ ഫാമിലി ഹാസ് ബീൻ അബ്രോഡ് ഫോർ 1998 ആണോ, സിൻസ് 1998 ആണോ, ടിൽ 1998 ആണോ, അൺടിൽ 1998 ആണോ? ഏതാണ് വരിക? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സിൻസ് ആണ് അല്ലെ.
ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് മുതൽ പറയുകയാണെങ്കിൽ അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ദ ഫാമിലി ഹാസ് ബീൻ അബ്രോഡ് സിൻസ് 1998. 1998 മുതൽ അവർ പുറത്താണെന്നുള്ള രീതിയിലാണ് ആ ഒരു സെന്റൻസ് വരുന്നത്. അപ്പൊ ഈ സിൻസിന്റെയും ഫോറിന്റെയും പ്രയോഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഫോർ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം, while since is used to indicate a specific point in time when an action or a state began. അതായത് ഒരു സ്പെസിഫിക് പോയിന്റ് ലാസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി എന്നുള്ള ഒരു മാസം പറയാണ്, കഴിഞ്ഞു പോയൊരു മാസം പറയാണ്, കഴിഞ്ഞു പോയൊരു വർഷം പറയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു ദിവസമൊക്കെ പറയുകയാണെങ്കിൽ അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ മുതൽ. എന്നാൽ പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്, 2 മാസമായിട്ട് അല്ലെങ്കിൽ 10 മാസമായിട്ട്, 2 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട്, ആ രീതിയിൽ ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാകും. സിൻസ് 2023 അല്ലെങ്കിൽ സിൻസ് ജൂൺ, ഒരു കഴിഞ്ഞു പോയ ഒരു മാസം, ഒരു വർഷം, ഒരു സ്പെസിഫിക് ടൈം ആണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിൻസ് ആണ്. എന്നാൽ ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ഫോർ 6 months, അല്ലെങ്കിൽ ഫോർ 2 years, അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ഡ്യൂറേഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന് മുമ്പ് ചേർക്കുന്നത് ഫോർ എന്ന് പറയുന്ന വാക്കാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു വർഷം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം പറയുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുക. 2023 മുതൽ അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, 2023 മുതൽ അയാൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ സ്ഥാപനം 2023 മുതൽ ഇവിടെ ഉണ്ട്. ചില സ്ഥാപനത്തിനൊക്കെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിൻസ് 1995, അല്ലെ സിൻസ് 2005, ആ രീതിയിൽ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അത് ആ വർഷം മുതൽ ഇത് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യുക. They haven't been here since last week. അതായത് അവിടെ ലാസ്റ്റ് വീക്ക് എന്നുള്ള ഒരു സ്പെസിഫിക് ടൈം ആണ് പറഞ്ഞത്, അവസാന ആഴ്ച മുതൽ അവരിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ റൈസിംഗ് സിൻസ് 10 o'clock, റെയിനിങ് സിൻസ് 10 o'clock, അതായത് 10 മണി മുതൽ എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. ഇത് നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണെന്നില്ല, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നാണ് പറഞ്ഞത്. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. ആൻസർ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ്? എ ആണ് ആൻസർ അല്ലേ. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് 1-2 ട്രിക്കുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ ഏത് വന്നാലും ചെയ്യാൻ പറ്റും. കുറച്ച് ട്രിക്കുകൾ മനസ്സിലാക്കി. ഇപ്പൊ ഇവിടെ ആൻസർ ഈസ് എ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ എന്നാണ്. ഓക്കെ, when converting a sentence into passive voice, the object of the active sentence become the subject of the passive voice. ഈ സെന്റൻസ് നമുക്കറിയാം, ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലെസൺ ആണ് അല്ലെ. ലെസൺ ആണ്, ദ ലെസൺ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഈ ലെസൺ എന്നുള്ള ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? സബ്ജക്റ്റ് ആയിട്ട് മാറും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. The verb changed into form that reflects the action being done to subject, often including form of to be എന്നുള്ള രീതിയിലേക്ക് അത് മാറും. അത് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഇതും എങ്ങനെയാണ് മാറുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നോക്കുക, സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെങ്കിൽ, ആ സമയമില്ലാത്തതുകൊണ്ടാണ് തിരക്കിട്ട് സ്പീഡിൽ പറയുന്നത് കേട്ടോ. സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ ഒരു സെന്റൻസ് ഉള്ളതാണെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം എടുത്തത്. ഇവിടെ എക്സാമ്പിൾ ഹി റീഡ്സ് ലെസൺസ്. ഇവിടെ ലെസൺസ് ആണ്, ശ്രദ്ധിക്കണം. ഹി റീഡ്സ് ലെസൺസ് ആണ്, അവൻ ലെസൺസ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ
ഇവിടെ ഇവിടെ ഒബ്ജക്റ്റ് ലെസൺസ് ആണ്. ഈ ലെസൺസ് എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ പാസീവ് വോയിസിൽ ആദ്യം വരും, സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ലെസൺസ്. പിന്നെ ഈ ലെസൺസിന്റെ കൂടെ എന്ത് വരണം? സിമ്പിൾ പ്രസന്റിൽ നിന്നാണ് മാറ്റുന്നത്. അപ്പം ആം, ഈസ്, ആർ ഏതെങ്കിലും ഒന്ന് വരണം. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. ഏതൊരു സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും ഏതൊരു ഫോമിലുള്ള ഏതൊരു ടെൻസിലുള്ള പിന്നെ വാക്കിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും അവിടെ ഏതെങ്കിലും ഒരു ബി ഫോം പുതുതായിട്ട് വരും. അത് നിങ്ങൾക്ക് ഓരോ ടൈപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നമുക്ക് ഒരു 8 ടൈപ്പ് പഠിക്കാനുണ്ട്. അത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഏതാണ് ഓരോന്നിലും വരേണ്ടത്. ഏതെങ്കിലും ഒരു ബി ഫോം പുതുതായിട്ട് അവിടെ വരുന്നുണ്ടാവും. ഇവിടെ ലെസൺസ് എന്ന ഒബ്ജക്റ്റ് വന്നു. അടുത്തതായിട്ട് ഇവിടെ വരുന്ന ബി ഫോം ഏതാണ്? ആം, ഈസ്, ആർ ആണ്. കാരണം സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്നാണ് നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ആം, ഈസ്, ആർ എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബി ഫോം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ലെസൺസ് എന്ന് ആയതുകൊണ്ട് തന്നെ അത് പിന്നെ പ്ലൂറൽ ആണ്. അവിടെ ആറ് യൂസ് ചെയ്യും. അവിടെ ഈസ് യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ലെസൺസ് എന്തുകൊണ്ടാണ്? പ്ലൂറൽ ആണ് അല്ലെ. ലെസൺസ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ഈസ് യൂസ് ചെയ്യൂല, പകരം ആറ് യൂസ് ചെയ്യും. പിന്നെ റീഡ്സ് വേണ്ട, റീഡ് മതി അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? അവിടെ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. റീഡ് മതി. ബൈ ഹി. ഈ ബൈ ഏജന്റ് ഉണ്ട്. ഈ ബൈ ഏജന്റ് ചില വാക്കിൽ ബൈ ഏജന്റ് ഇല്ലെങ്കിലും പാസീവ് വോയിസ് കറക്റ്റ് ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ബൈ ഏജന്റ് നിർബന്ധമായിട്ടും വേണ്ട കാര്യമല്ല. അപ്പൊ ഇവിടെ റെഡ് എന്നാണ് വായിക്കുന്നത് അല്ലെ. റെഡ് എന്നാണ് വായിക്കുക. കാരണം PPV ഫോം ആണത്. PPV ഫോം ആണ് വരിക. റെഡ് എന്നാണ് വായിക്കുക. അപ്പൊ പിന്നെ ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് PPV. കാരണം ഈ പാസീവ് വോയിസ് എപ്പോഴും പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആണ് വരിക. എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആണ് വരിക. ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവൂല. കാരണം റീഡ് തന്നെയാണ് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക, പാസ്റ്റിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. വായിക്കുമ്പോൾ റെഡ് എന്നാണ് വായിക്കുക. അപ്പൊ ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പൊ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറ്റണം. പിന്നെ ഏതെങ്കിലും ഒരു ബി ഫോം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഇവിടെ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്ന ആമീസാർ ആണ് വരിക. പിന്നെ അതിനുശേഷം PPV വരും. എന്നിട്ട് വേണമെങ്കിൽ ബൈ പ്ലസ് ഏജന്റ് കൂടി ചേർക്കുക. ഇനി സിമ്പിൾ പാസ്റ്റിന്റെ കേസിലാണെങ്കിൽ നോക്കൂ, അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നു. അവിടെ ബി ഫോം വന്നു. ബി ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബി ഫോം ഏതാണ്? വാസ് അല്ലെങ്കിൽ വേറാണ് അല്ലെ. ഇവിടെ ഒരു ഈടെ കുറവുണ്ട് കേട്ടോ. വാസ് അല്ലെങ്കിൽ വേറാണ് അല്ലെ. വാസർ വേറാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയപ്പോൾ ഈസ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ വാസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യും. സ്റ്റോറി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വാസാണ് യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ അടുത്തത് എന്താണ്? PPV ഫോം ഓഫ് ദി വെർബ് ആണ് അല്ലെ. റിട്ടേൺ അവിടെ യൂസ് ചെയ്തു. പിന്നെ ബൈ ഏജന്റ് കൊടുത്തു. സിമ്പിൾ ആണ്. ഇനി അടുത്ത സിമ്പിൾ ഫ്യൂച്ചർ നോക്കുക. ഹി വിൽ റൈറ്റ് എ സ്റ്റോറി. സിമ്പിൾ ഫ്യൂച്ചർ ഫോമിലുള്ള ഒരു ആക്റ്റീവ് ഫോം ആണ്. ഇത് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ എ സ്റ്റോറി ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആയി കൊണ്ടുവന്നു. പിന്നെ അവിടെ ബിയുടെ മോഡൽ ഓക്സിലറി വെർബാണ് ഇവിടെ ഉള്ളത്. മോഡൽ ഓക്സിലറി വെർബ് അവിടെ ഉള്ളത് അവിടെ കൊടുക്കണം. വില്ല് അവിടെ കൊടുക്കണം. കാരണം ഒന്നും ഒഴിവാക്കുന്നില്ല നമ്മൾ. ആ മോഡൽ ഓക്സിലറി അവിടെ ഉണ്ട്, അത് അതേപോലെ കൊടുക്കുക. പ്ലസ് നമ്മൾ പറഞ്ഞു എന്ത് കൂടിച്ചേരും? ഒരു ബി ഫോം കൂടിച്ചേരും അല്ലെ. അപ്പൊ വില്ലിന്റെ കൂടെ നിൽക്കുന്ന ബി ഫോം ഏതാണ്? ബി തന്നെയാണല്ലേ. അപ്പൊ എ സ്റ്റോറി വിൽ ബി എന്ന് കൊടുക്കും. ഇത് ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു മുകളിൽ രണ്ട് സ്ഥലത്ത് നമ്മൾ ബി ഫോം കൂട്ടിച്ചേർത്തപ്പോൾ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഈസ്, ആം, ആർ കൂട്ടിച്ചേർത്തു. സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ വാസ് ഓർ വേർ കൂട്ടിച്ചേർക്കും. ഫ്യൂച്ചറിന്റെ കേസിൽ വില്ലിന്റെ കൂടെ ഒരിക്കലും എന്ത് നിൽക്കൂല? ഈ ഈസും ആറോ എന്നല്ല നിൽക്കുക, ബി ആണ് നിൽക്കുക. അതുകൊണ്ട് അവിടെ ബി കൂട്ടിച്ചേർത്തു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്, പിന്നെ ബൈ ഏജന്റ്. ഇത് സംഗതി മനസ്സിലാക്കിയാൽ ഇത്ര സിമ്പിൾ ആണ് ഇത് കാര്യം. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പാസ്റ്റ് അത് പിന്നെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒബ്ജക്റ്റിനെ കൊണ്ടുവരും. ഒബ്ജക്റ്റ് എന്താണ്? ഇവിടെ എ സ്റ്റോറിയാണ് ഒബ്ജക്റ്റ്. ഹീസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ളത് സ്റ്റോറിയാണ് ഒബ്ജക്റ്റ്. അപ്പൊ സ്റ്റോറി ആദ്യം കൊണ്ടുവന്നു. എ സ്റ്റോറി ആദ്യം കൊണ്ടുവന്നു. പിന്നെ നമുക്കറിയാം ഇത് പ്രസന്റ് ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ ആമീസാർ ആണ് യൂസ് ചെയ്യുക. ബിയുടെ ആമീസാർ ഫോം ആണ് യൂസ് ചെയ്യുക. അതിൽ ഏതാണ് ഇവിടെ? എ സ്റ്റോറി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈസ് ആണ് വരിക. അപ്പൊ ആ ഈസ് നമ്മൾ ഉപയോഗിച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തുണ്ട്? ഇവിടെ റൈറ്റിംഗ് എന്നുള്ള വേർഡ് ആണുള്ളത്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ING ഫോം ആണുള്ളത്. വെർബിന്റെ ING ഫോം ആണുള്ളത്. അപ്പൊ ഈ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈ ING വെറുതെ അങ്ങോട്ട് പോകൂല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ING അങ്ങോട്ട് പോകൂല. ING ആരെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് അവിടെ നിൽക്കും. കാരണം നമുക്കറിയാം വെർബ് എന്തായി മാറും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിട്ട് മാറും. റൈറ്റിംഗ് ഉള്ളത് റിട്ടേൺ ആയിട്ട് മാറും.
ഇവിടെ റിട്ടേൺ ആയി മാറിയിട്ടുണ്ട്, PPV ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ റിട്ടേണിന്റെ കൂടെ ING നിൽക്കാൻ പറ്റൂല. പക്ഷെ ING അവിടെ പോകില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ING പറഞ്ഞു വെച്ചാലും പോകൂല. പകരം ING എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വാക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബിയുടെ ഫോം പുതുതായിട്ട് വരുന്നു അല്ലെ. ഇവിടെ ഓൾറെഡി ഈസ് ഉണ്ട്, എന്നാലും വീണ്ടും ഒരു ബിയുടെ ഫോം വരും. INGയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ബി ഇവിടെ കൂടി ചേരും. അങ്ങനെ ബിയും INGയും ചേർന്നിട്ട് ബീയിങ് ആവും. അപ്പൊ ഇവിടെ ING ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും? ഈ ബീയിങ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ മാറ്റുമ്പോഴും സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ചെറിയൊരു വ്യത്യാസം മാത്രം. അതായത് കൂട്ടിച്ചേരുന്ന ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓൾറെഡി ഉള്ളത് ബിയുടെ വാസ് ഫോം ഉണ്ട്. ആ വാസ് ഫോം വരും. ഇവിടെ ഈസ് വന്നതിന് പകരം അവിടെ വാസ് ഫോം വരും. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രസന്റ് കണ്ടിന്യൂസിനെ പോലെ തന്നെ. എ സ്റ്റോറി നമ്മൾ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി. പിന്നെ ഇവിടെ ഉള്ള വാസ് അല്ലെങ്കിൽ ഇവിടെ എ സ്റ്റോറിക്ക് ചിലപ്പോൾ മാറും അല്ലെ, ചിലപ്പോൾ വേറായി മാറാം. വാസോ വേറോ ആണ് വരിക. ഇവിടെ ഇപ്പൊ വാസ് തന്നെയാണ്, സ്റ്റോറി സിംഗുലർ ആയതുകൊണ്ട് എ സ്റ്റോറി വാസ്. പിന്നെ നമ്മൾ പറഞ്ഞു ING ഫോം ഒറ്റക്ക് നിൽക്കൂല. ING ഫോമിന്റെ കൂടെ എന്ത് വരും? ബി ഫോമിന്റെ ഏതെങ്കിലും ഒന്ന് വരും. അതായത് INGയുടെ കൂടെ വരുന്ന ബി ഫോം എന്ന് പറയുന്നത് ബി തന്നെയാണ് അല്ലെ. അപ്പൊ ബീയിങ് വരും. പിന്നെ റൈറ്റിംഗ് എന്നുള്ളതിനെ PPV ആക്കിയിട്ട് റിട്ടേൺ എന്ന് എഴുതും. പിന്നെ ബൈ ഏജന്റ് എഴുതും. സിമ്പിൾ ആണ് അല്ലെ. ഹി വാസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ളത് എ സ്റ്റോറി വാസ് ബീയിങ് റിട്ടേൺ ബൈ ഹിം എന്നായി മാറും. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഈ അതിലുള്ളതൊന്നും പോകൂല. ഇപ്പൊ ബി ഫോം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പോകൂല. അതാണ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ബി ഫോം ഏതെങ്കിലും ഒന്ന് എല്ലാ സെന്റൻസിലും കൂടി ചേരുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ തന്നെ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പാസീവ് വോയിസ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത രൂപം നോക്കാം. പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നോക്കാം. ഇവിടെ നോക്കാം, ഹി ഹാസ് റിട്ടൺ എ സ്റ്റോറി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യും? ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതും. എ സ്റ്റോറി സബ്ജക്റ്റ് ആക്കി എഴുതി. പിന്നെ ഇവിടെ ഹാസ് ഓൾറെഡി ഉണ്ട്, ഒന്നും കളയേണ്ട, ഹാസ് അതേപോലെ നിൽക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ബി ഫോം നിർബന്ധമായിട്ടും ഇതിൽ കൂടിച്ചേരും. ഇവിടെ ഹാസിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ബി ഫോം ഏതാണ്? ബീനാണ് അല്ലെ. നമുക്കറിയാം ഹാസിന്റെ കൂടെ അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ അല്ലെങ്കിൽ ഹാർഡിന്റെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റുന്നത് ബീനാണ്. അപ്പൊ ആ ബീന് വന്നു. പിന്നെ PPV എഴുതി, ബൈ ഹിം എഴുതി. അത്രയും സിമ്പിൾ ആണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഹാസ് എന്നുള്ളിടത്ത് ഇവിടെ ഹാർഡ് എന്നാണ് വരിക. ആ ഹാർഡ് അതേപോലെ എഴുതുക. ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹാർഡിന്റെ കൂടെ നിൽക്കുന്ന ബീന് ചേർക്കുക, PPV ചേർക്കുക, ബൈ ഹിം ചേർക്കുക. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ വിൽ ഹാവ് ആണ് ഉണ്ടാവുക അല്ലെ. ആ വിൽ ഹാവ് അതേപോലെ നിർത്തുക. അപ്പൊ കൂട്ടത്തിൽ എന്ത് കൂട്ടിച്ചേർക്കുക? ബീൻ കൂടി കൂട്ടിച്ചേർക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആക്കുമ്പോൾ ഈ വിൽ ഹാവിന്റെ കൂടെ പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റിയ ബീന്റെ ഫോം ഏതാണ്? ബീൻ ആണ് അല്ലെ. അപ്പൊ വിൽ ഹാവ് ബീൻ റിട്ടൺ എന്നായിട്ട് മാറും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഫോർ ദ ഗിവൺ സെന്റൻസ്. നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. നോ വൺ ടോൾഡ് മീ അബൌട്ട് ദ ആക്സിഡന്റ്. നോ വൺ ടോൾഡ് മീ അബൌട്ട് ദ ആക്സിഡന്റ്. ഇത് എന്ത് സബ്ജക്റ്റ് ആണ്? നമുക്കറിയാം ഇതൊരു സിമ്പിൾ പാസ്റ്റുള്ള സബ്ജക്റ്റ് ആണ് അല്ലെ. ടോൾഡ് മീ എന്നുള്ളൂ, അവിടെ സഹായക്രിയകളൊന്നും ഇല്ല. അതിന് നമുക്ക് മനസ്സിലാക്കാം അതൊരു സിമ്പിൾ പ്രസന്റിലുള്ള സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു ആക്റ്റീവ് വോയിസ് ആണ്. ഇതിന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഐ വാസ് നോട്ട് ടോൾഡ് ഉണ്ട്, ഐ ആം നോട്ട് ടോൾഡ് ഉണ്ട്. ഐ ആം നോട്ട് ടോൾഡ് ഒരിക്കലും വരൂല അല്ലെ. അപ്പൊ ഐ ആം നമുക്ക് വെട്ടാം, ഐ ഹാവ് വെട്ടാം. പിന്നെ ഐ വാസ് രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ നമുക്കറിയാം നോട്ട് ടോൾഡ്, നോട്ട് ടെല്ലഡ് രണ്ടെണ്ണം. നമ്മൾ PPV ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം ഇവിടെ എന്താണ് ടെല്ലഡ് എന്ന് പറഞ്ഞൊരു PPV ഫോം ഇല്ലല്ലോ, തെറ്റാണ് അല്ലെ. ടോൾഡ് ആണ് ടെല്ലിന്റെ PPV ഫോം. അപ്പൊ അത് എഴുതി. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എ നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഐ വാസ് എന്നുള്ള ഒരു സെന്റൻസ് ഒരിക്കലും നമ്മൾ ഇവിടെ ബി ഫോമിൽ കൂട്ടിച്ചേർക്കുന്ന ഏതാണ്? വാസ് ആണ് അല്ലെ. സോറി, ഇവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്. ടോൾഡ് ആണ്. ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ വന്നതാണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ് കൂട്ടിച്ചേർക്കുക? വാസ് ഓർ വേറാണ് കൂട്ടിച്ചേർക്കുക. ഇവിടെ വാസ് ആണ്, ഐ ആയതുകൊണ്ട് അവിടെ വാസ് കൂട്ടിച്ചേർത്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സമയം കളയുന്നില്ല. പിന്നെ ഈ ഒരു
ഇതിന്റെ PDF നോട്ട്സ് നിങ്ങളിപ്പോൾ നോട്ട്സ് എഴുതി എടുക്കണമെന്നില്ല. ഇതിന്റെ PDF ഞാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ PDF കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എഴുതി എടുക്കണമെന്നില്ല, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ചൂസ് ദ വൺ which best express the given sentence in passive voice from the given options. One should keep one's promise. ഒരാൾ ഉറപ്പായിട്ടും അയാളുടെ എന്ത് ചെയ്യണം, പ്രോമിസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പാസീവ് വോയിസ് എന്താണെന്ന ചോദ്യം. വൺസ് പ്രോമിസ് ഷുഡ് ബി കെപ്റ്റ് ബൈ അസ്. വൺസ് പ്രോമിസ് ഹാസ് ടു ബി കെപ്റ്റ്. എ പ്രോമിസ് ഷുഡ് ബി കെപ്റ്റ്. എ പ്രോമിസ് ഷുഡ് ബി കീപ്പിംഗ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ പ്രോമിസ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരാളുടേതായിരിക്കില്ല. പ്രോമിസ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവിടെ വൺസ് പ്രോമിസ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്രോമിസ് എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ ഫസ്റ്റത്തെ എയും ബിയും നമുക്ക് വെട്ടിക്കളയാലോ. പിന്നെ സി ആണോ ഡി ആണോ എന്നാണ് സംശയമുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുള്ളൂ പാസീവ് വോയിസിൽ. ഇവിടെ കീപ്പിംഗ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ല അല്ലെ, ING ഫോം ആണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബൈ അസ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും ബൈ അസ് പറയണമെന്നില്ല. ഇവിടെ എ എന്നുള്ളത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കറക്റ്റ് ആണ്. എ പ്രോമിസ് ഷുഡ് ബി കെപ്റ്റ് എന്ന് തന്നെയാണ്. പക്ഷെ സി മാറിപ്പോയതാണ്. ദ സ്ട്രക്ചർ ഓഫ് പാസീവ് വോയിസ് സെന്റൻസ് ഈസ് ഒബ്ജക്റ്റീവ് പ്ലസ് ഷുഡ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആ കാര്യം ഓർക്കണം. അതേപോലെ ടെൻസ് അനുസരിച്ച് ആമീസാർ ആണോ വാസ്വർ ആണോ അല്ലെങ്കിൽ ബി ആണോ ബീനാണോ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ജനറലി എ പ്രോമിസ് ഈസ് പ്രിഫേർഡ് ഇൻസ്റ്റെഡ് ഓഫ് വൺസ് പ്രോമിസ്. വൺസ് പ്രോമിസിന് പകരം എ പ്രോമിസ് എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. അവരുടെ നിയമം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Choose the option that correctly changes the given sentence from active voice to passive voice. We would listen to his sagacious words all the time. His sagacious words should be listened all the time. His sagacious words should be listened to. His sagacious words should be listened to all the time. His sagacious words all the time should be listened. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. നമുക്കറിയാം ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്, ഹിസ് സജേഷ്യസ് വേർഡ്സ് ആണ് അല്ലെ. അവിടെ അപ്പൊ ആദ്യത്തെ ടൈം എന്നല്ല തുടങ്ങേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻ ബി അപ്പൊ തന്നെ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? സി ആണ് ഇവിടെ ആൻസർ അല്ലെ. ഹിസ് സജേഷ്യസ് വേർഡ്സ് എല്ലാം ഹിസ് സജേഷ്യസ് വേർഡ്സ് ആണ്. എയും സി ഡിയും ഒക്കെ വരുന്നത്. പക്ഷെ ഷുഡ് ബി ഇത് ഓക്കെ ആണ്. ഇത് തെറ്റാണ്, കാരണം ഷുഡ് ബി ഇല്ല അല്ലെ. സെക്കൻഡ്. വി ഷുഡ് എന്നുള്ളത് അതിന്റെ കൂടെ ഷുഡിന്റെ കൂടെ എന്താണ് വരിക? ബി എന്നുള്ള ബി ഫോം വരണം. ഇവിടെ അത് വന്നിട്ടില്ല. അപ്പൊ എ തെറ്റാണെന്ന് അറിയാം. പിന്നെ ഡി ഉണ്ട് സി ഉണ്ട് അല്ലെ. എന്താ വ്യത്യാസം? ഹിസ് സഗേഷ്യസ് വേർഡ്സ് ആൾ ദ ടൈം ഷുഡ് ബി ലിസൺഡ്. അതൊരു ഫോം ശരിയായിട്ടുള്ള ഫോം ആയില്ല അല്ലെ. ഈ സഗേഷ്യസ് വേർഡ്സ് ഷുഡ് ബി ലിസൺഡ് ടു ആൾ ദ ടൈം എന്നുള്ളത്. അപ്പൊ സി ആണ് ഇവിടെ ശരി ഉത്തരം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല. അതും സെയിം തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അതിന് ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബി ആണ്. ഹിസ് ഫ്രണ്ട്സ് ടുക്ക് ഹിം ദ ഹോസ്പിറ്റൽ ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. അത് വീണ്ടും അത് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് പറഞ്ഞിട്ട് നമ്മളിതിൽ PDF ഉണ്ടാകും. അതോടൊപ്പം നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ദ പാരന്റ്സ് ആസ് വെൽ ആസ് ദ ചൈൽഡ് ഹാവ് ബീൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഇവിടെ രണ്ട് കാര്യമാണ് ഇവിടെ നോക്കുന്നത്. ഒന്ന്, ഈ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ദേ ഹാവ് ഇൻവൈറ്റഡ് ദ പേരന്റ്സ് ആസ് വെൽ ആസ് ദ ചൈൽഡ് എന്നാണ്. അവിടെ ഒബ്ജക്റ്റ് എന്താണ്? പേരന്റ്സ് ആസ് വെൽ ആസ് ദ ചൈൽഡ് ആണ്.
അപ്പൊ പേരൻസ് ആസ് വെൽ ആസ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ പേരൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആസ് വെൽ ആസ് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് വരിക അല്ലെ. അപ്പൊ ഇവിടെ ദ പേരൻസ് ആസ് വെൽ ആസ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ പേരൻസിന്റെ ഇതാണ് നോക്കേണ്ടത്, അത് പ്ലൂറൽ ആണ്. പേരൻസ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ആണ് വരിക. ബീൻ ഇൻവൈറ്റഡ് വരുന്ന എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, കാരണം നമുക്കറിയാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, പിന്നെ ബിയുടെ പിന്നെ ഹാവിന്റെ കൂടെ നിൽക്കുന്ന ഫോം ബീൻ ആണ്. അപ്പൊ ഇവിടെ ആസ് വരൂല, പകരം ഹാവ് ആണ് വരിക. കാരണം പേരൻസ് എന്നുള്ളത് എന്താണ്, പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാവേ വരുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആസ്വലാസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വരിക. ആസ്വലാസ് മാത്രമല്ല എലോങ് വിത്ത്, വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ലേക്ക്, അൺലേക്ക്, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, റാദർ ദാൻ, ആസ് മച്ച് ആസ്, ബിസൈഡ്സ്, ഇതിന്റെയൊക്കെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരിക. ദ ടീച്ചർ എലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് ടീച്ചിങ് ദ ലെസൺ. അവിടെ ദ ടീച്ചർ, സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം എലോങ് വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ദ ടീച്ചർ സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലർ വെർബ് യൂസ് ചെയ്താൽ മതി. രാമു ടുഗദർ വിത്ത് ഹിസ് പേരൻസ് ഹാസ് കം. അവിടെ നമുക്കറിയാം പേരൻസ് പ്ലൂറൽ ആണെങ്കിലും രാമു സിംഗുലർ ആണ്, ടുഗദർ വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാമുവിനെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡാഷ് ബൈ ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡാഷ് ജവഹർലാൽ നെഹ്റു. ഹാവ് ബീൻ റിട്ടേൺ ഉണ്ട്, ഹാസ് റിട്ടേൺ ഉണ്ട്, ഹാസ് ബീൻ റിട്ടേൺ ഉണ്ട്, ഹാവ് റിട്ടേൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെന്റൻസ് എന്താണ്, ഇതൊരു പാസീവ് വോയിസ് ആണ് അല്ലെ. നമുക്കറിയാം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആരെഴുതിയതാണ്, ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. എഴുതിയ ആൾ ആരാണ്, സബ്ജക്ട് ആരാണ്, ശരിക്ക് ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷെ നെഹ്റു അല്ല ഇവിടെ ആദ്യം വന്നത്, ഇവിടെ ഒബ്ജക്റ്റ് ആണ് വന്നത്. നെഹ്റു എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഇതൊരു പാസീവ് വോയിസിലുള്ള വെർബ് ആണെന്നുള്ളത്, ഒരു വാക്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പാസീവ് വോയിസ് ആകുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ വേണം, ഇവിടെ ഒരു ബി ഫോം വേണം അല്ലെ. ഹാസ് ബീൻ ഒരിക്കലും നിൽക്കൂല, ഹാവ് ബീൻ ആണ് വരിക അല്ലെ. ഹാവ് ബീൻ, സോറി, ഹാസ് ബീൻ ആണ് വരിക അല്ലെ, കാരണം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാവ് ബീൻ വരില്ല. അപ്പൊ അത് നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ഹാവ് റിട്ടേൺ പോരാ, കാരണം ഹാവിന്റെ കൂടെ എന്ത് വേണം, നമുക്ക് പറഞ്ഞു അതിന്റെ കൂടെ ഒരു ബി ഫോം കൂടി വരണം അല്ലെ. ഇവിടെ ബി ഫോം വന്നിട്ടില്ല, അപ്പൊ ഇതും വെട്ടി തീർക്കാം. പിന്നെ ഹാസിന്റെ കൂടെയും ബി ഫോം വന്നിട്ടില്ല, അപ്പൊ അതും വെട്ടി ഒഴിവാക്കാം. ബാക്കി ഹാസ് ബീൻ റിട്ടേൺ ആണ് ആൻസർ. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഹാസ് ബീൻ റിട്ടേൺ ബൈ ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇത് പാസീവ് വോയിസ് ആണെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ്. സെക്രട്ടേറിയറ്റ് OA മെൻസ് ചോദിച്ചുള്ള ചോദ്യമാണ്. ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഇവിടെ ഏതാണ് വരിക, ഏതാണ് വരിക, നൺ ഓഫ് ദ ബോയ്സ്. നൺ ഓഫ് ദ ബോയ്സ് ആണ് നമുക്കറിയാം നെഗറ്റീവ് വേർഡ്സ് ആണ്, അപ്പൊ പോസിറ്റീവ് ആയിരിക്കും ടാഗ് വരില്ല. അപ്പൊ നെഗറ്റീവ് ടാഗ് അപ്പോൾ തന്നെ നമുക്ക് വെട്ടി കളയാം. ഇത് രണ്ടും വെട്ടാം. പിന്നെ ഡിഡ് ദേ ഉണ്ട്, ഹാവ് ദേ ഉണ്ട്. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ആണ്, അപ്പോ ഹാവ് ദേ ആണ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ വരിക, നൺ ഓഫ് അസ്, ഇവിടെ നെഗറ്റീവ് ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോ എന്താണ് വരിക, പ്ലേഡ് ദ ഗെയിം വെൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തില്ല സഹായക്രിയ ഇല്ല, അപ്പൊ പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ ആണ് അല്ലെ. അപ്പൊ ഡിഡ് ആണ് സഹായക്രിയ ആയിട്ട് എടുക്കുക, നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് മതി. അപ്പൊ ഡിഡ് വി ആണ് അല്ലെ, ഡിഡ് വി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഡിഡ് വി ആണ് വരിക. ഡിഡ് അസ് അല്ല വരിക അല്ലെ, അത് മാറിപ്പോയത്. ഡിഡ് അസ് അല്ല വരിക, വി ആണ് യൂസ് ചെയ്യുക അല്ലെ. അസ് യൂസ് ചെയ്യൂല, വി ആണ് യൂസ് ചെയ്യുക. ഇനി ഫേസ് 1 ചോദിച്ച ചോദ്യമാണ് എ ഫ്യൂ വർക്കേഴ്സ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. ഇവിടെ എ ഫ്യൂ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കണം. ഫ്യൂ അല്ല, ഫ്യൂ എന്നത് നെഗറ്റീവ് വേർഡ് ആണ്, എന്നാൽ എ ഫ്യൂ എന്താണ് പോസിറ്റീവ് ആണ് അല്ലെ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം, ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം, മാറിപ്പോരുത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചുള്ള ചോദ്യമാണത്. എ ഫ്യൂ ആയതുകൊണ്ട് തന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ പാർട്ടിസിപ്പേറ്റഡ് ആണ്, അപ്പൊ ഡിഡ് ആണ് അവിടെ സഹായക്രിയായിട്ട് വരിക. അപ്പൊ പിന്നെ ഡിഡ് അല്ലാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഡിഡ് ദേ ആണോ ഡിഡിന് ദേ ആണോ സംശയം ഉണ്ടാകുള്ളൂ. ഇവിടെ പോസിറ്റീവ് ആണ് സെന്റൻസ്, അതുകൊണ്ട് നെഗറ്റീവ് ആണ് വരിക. ഡിഡിന്റെ ദേ ആണ് ആൻസർ.
ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് എ ഫ്യൂ എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പാർട്ടിസിപ്പേറ്റഡ് എന്നുള്ളത് ഡിഡ് പ്ലസ് പാർട്ടിസിപ്പേറ്റ് ആണ്, അതുകൊണ്ട് ഡിഡ് ആണ് സഹായക്രിയ. മറ്റ് സഹായക്രിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സഹായക്രിയ എടുക്കുക അല്ലെ. ഓക്കെ. ഇപ്പൊ നെഗറ്റീവ് വേർഡ്സ് അതൊക്കെ നമ്മൾ പറഞ്ഞു. നോ വൺ, നോട്ട്, നോ വൺ ഉണ്ട്, നോബഡി ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്, ബെയർലി ഉണ്ട്, റയർലി ഉണ്ട്, സ്കേസിലി ഉണ്ട്, ഫ്യൂ ഉണ്ട്, ലിറ്റിൽ ഉണ്ട്, സെൽഡം ഉണ്ട്. നോ വൺ, നത്തിങ്, നെവർ, നൈദർ, നോർ, നൈദർ, നോർ, ഇതൊക്കെ എന്താണ് നെഗറ്റീവ് വേർഡ്സ് ആണ്. അതൊക്കെ ഒരു വാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാർക്കിംഗ് ഡോഗ്, സെൽഡം ബൈറ്റ്, ഇതൊരു സെൽഡം എന്നുള്ള നെഗറ്റീവ് വേർഡിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡു ദേ മതി. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്, ആർ ദേ മതി. അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂ എ ലിറ്റിൽ എന്നുള്ളത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഫ്യൂ സ്റ്റുഡൻസ് ആർ പാസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ആറിന്റെ ദേ ആണ് വരും. സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഹി സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ് ആണ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. സ്കേഴ്സ്ലി ആണ്, നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് വേർഡ്സ് ഉള്ളതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിട്ടാണ് വേണ്ടത്. അപ്പൊ നെഗറ്റീവ് ഉള്ള ടാഗ് അപ്പൊ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഹാസിന്റെ ഹി ഉണ്ട്, ഹീസിന്റെ ഹി ഉണ്ട്. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം ഹീസ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹി ഹാസ് എന്നാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹി ഹാസ് എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഹാസ് ഹി ആണ് ഇതിന്റെ ഈസ് ഹി എഴുതാൻ ചാൻസ് ഉണ്ട്. ഹി ഈസ് എന്നല്ല, ഇത് ഹി ഹാസ് എന്നാണ് ഇങ്ങനെ എഴുതുമ്പോൾ വായിക്കേണ്ടത്. അപ്പൊ ഹാസ് ഹി ആണ് ഇവിടെ ശരി ഉത്തരം. സ്കേഴ്സ്ലി നെഗറ്റീവ് വേർഡ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ലെറ്റ് us ഗോ ടു ദ ബീച്ച്. എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? ലെറ്റ് us ഗോ ടു ദ ബീച്ച് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഒന്ന് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ. ഷാൽ വി ആണ് വരിക. ലെറ്റ് us ഗോ ടു ദ ബീച്ച് എന്ന് പറഞ്ഞതിന്റെ ഇതെന്താണ്? ഷാൽ വി ആണ്. ലെറ്റ് us വന്നു കഴിഞ്ഞാൽ ഷാൽ വി ആണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു വ്യത്യാസം ഉണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ് us തുടങ്ങുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് സാധാരണ ഷാൽ വി ആയിരിക്കും. ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു ആയിരിക്കും. ലെറ്റ് us ആണെങ്കിൽ ഷാൽ വി, ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു എന്നായിരിക്കും വരിക. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കുക. റൈറ്റ് ലെജിബിളി. എന്താണ് അതിന്റെ ടാഗ്? എന്താണ്? റൈറ്റ് ലെജിബിളി. അതിൻ്റെ വില്യു ആയിരിക്കും വരിക. റൈറ്റ് ലെജിബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടാഗ് വരെ വില്യു ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കലെ നിർവാഹമുള്ളൂ. വില്യു ആണ് വരിക. കാരണം അതൊരു ആജ്ഞയാണ് അല്ലെ. സിമ്പിൾ ഇമ്പറേറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് വില്യു ആയിരിക്കും. തന്നിരിക്കുന്ന ഇമ്പറേറ്റീവ് സെന്റൻസ് മോർ അർജൻസിയാണ് കാണിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ബോണ്ട് യു ആയിരിക്കും. അപ്പൊ അവിടെ മോർ അർജൻസിയെ കാണിക്കുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ ബോണ്ട് യു ആണ് വരും. എക്സാമ്പിൾ, ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു എന്താ പറയാ പിന്നെ അർജൻസിയെ കാണിക്കുന്നതാണ് അല്ലെ. അവിടെ നമുക്ക് ബോണ്ട് യു ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വിൽ യു യൂസ് ചെയ്യും. ഒരു മോസ്റ്റ് അർജൻസിയെ കാണിക്കുന്നതാണെങ്കിൽ ബോണ്ട് യു യൂസ് ചെയ്യും. അടുത്ത സെന്റൻസ് നോക്കുക. ഷട്ട് യുവർ മൗത്ത്. ഷട്ട് യുവർ മൗത്ത്. ആ ഒരു സെന്റൻസിന്റെ അയച്ചാൽ നമുക്കറിയാം അത് നമ്മൾ എന്താണ് ചോദിക്കുന്നത്? എന്റെ വായ നടക്കുക, എനിക്ക് വായ നടക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സെന്റൻസ് ആണെങ്കിൽ ഷട്ട് യുവർ മൗത്തിൻ്റെത് കാൻഡ് യു ആണ് വരിക. ഓക്കെ, കാൻഡ് യു ആണ് അതിൻ്റെത് വരിക കേട്ടോ. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഐ ആം എക്സ്പെക്ടഡ് ടു ഫോളോ ആൾ യുവർ ഇൻസ്ട്രക്ഷൻസ്. ഐ ആം എക്സ്പെക്ടഡ് ടു ഫോളോ ആൾ യുവർ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ചോദ്യം. അതിൻ്റെ എന്താണ്? ആമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആമാവുമ്പോ പിന്നെ ഇവിടെ ആമിന്റെ നമ്മൾ യൂസ് ചെയ്യില്ല അല്ലെ. പകരം എന്ത് യൂസ് ചെയ്യും? ആറിന്റെ ഐ ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ആം ആണെങ്കിൽ അതിന് നെഗറ്റീവ് വേർഡ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല ഇതിൽ. അതുകൊണ്ട് തന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആമിന്റെ കൂടെ നോട്ട് ഉപയോഗിക്കില്ല, പകരം ആറിന്റെ ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദേ ആർ 11 players ഇൻ എ ക്രിക്കറ്റ് മാച്ച്. അവിടെ എന്താണ് യൂസ് ചെയ്യുക? ആറിന്റെ ദേർ ആണ് യൂസ് ചെയ്യുക. ആറിന്റെ ദേർ ആണ് യൂസ് ചെയ്യുക. അതായത് ഇവിടെ ദേർ വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ദേർ തന്നെയാണ് എടുക്കേണ്ടത്. ആറിന്റെ ദേർ ആണ്. ദേർ ആർ 11 players എന്നുള്ളതിൻ്റെത് ആറിന്റെ ദേർ ആണ്. അതുകൂടി ഓർത്ത് വെക്കുക. സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലും ദേർ തന്നെയായിരിക്കും സബ്ജക്റ്റ്. എന്നാൽ ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവറി ഡേ, എവരി വൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ,
നൺ, നൈദർ, ഐദർ, ഈച്ച്, സം ഓഫ് ദം, ആൾ ഓഫ് ദം എന്നീ വാക്കുകൾ സബ്ജക്റ്റ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ദേ ആയിരിക്കും സബ്ജക്റ്റ് എന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഈ സെന്റൻസിൽ വണ്ണ് സബ്ജക്റ്റ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ വണ്ണ് തന്നെ ആയിരിക്കും വരും. ഇപ്പൊ എക്സാമ്പിൾ വൺ ഷുഡ് കം ഹിയർ, അതിന്റെ നില എന്താ വരിക? ഷുഡിന്റ് വൺ ആണ്. കാരണം ഷുഡ് ഉപയോഗിച്ചു, പോസിറ്റീവ് ആയതുകൊണ്ട്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർത്തു, പിന്നെ വണ്ണ് അതേപോലെ ചേർക്കും. അപ്പൊ വണ്ണാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും വണ്ണ് തന്നെയാണ് വരിക എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ഇത്രയൊക്കെ കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരുപാട് പഠിക്കാറുണ്ട്, നമുക്ക് എല്ലാം കൂടി തീർക്കാൻ സമയമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ.